നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാസി സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ കായംകുളം മുതൽ ഹരിപ്പാട് കഴിഞ്ഞ് ഡാണാപ്പടിയും കഴിഞ്ഞ് കരുവാറ്റ കഴിഞ്ഞ് നമ്മൾ കടുവൻകുളങ്ങര അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഏകദേശം ഒരു 10-35 മിനിറ്റോളം ഉണ്ട്. വെട്ടിച്ചുരുക്കി സ്പീഡ് കൂട്ടി 10-16 മിനിറ്റോളം ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം കടുവൻകുളങ്ങര വരെയാണ്, അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതിനിടയ്ക്ക് പണി നടക്കാത്ത സ്ഥലമുണ്ട്, പണി നടന്ന സ്ഥലമുണ്ട്, പല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കായംകുളം പാലത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കുറച്ച് പണി നടന്നിട്ടുണ്ട്. ഇടത് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവിടെ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, പിയറുകളുടെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലത്തേ സൈഡിൽ കാണുന്ന പഴയ പാലത്തിനോട് വലതുവശത്തായിട്ട് ചേർന്നിരിക്കുന്ന പുതിയ പാലം, ഒറ്റ ലൈനായിട്ടുള്ള പാലം മിക്കവാറും സർവീസ് റോഡിനായിരിക്കും. പഴയ പാലം, നിലവിലുള്ള കായംകുളത്തെ പഴയ പാലം 2 വരിയായിട്ട് പോകും. ഇടത്തെ സൈഡിലായിട്ടുള്ള 3 വരിക്ക് ഇപ്പം കഴിഞ്ഞിരിക്കുന്ന പാലം 6 വരി പാതയ്ക്കകത്ത് 3 വരിയായിട്ടായിരിക്കും ആ ഒരു പാലത്തിൻ്റെ നിർമ്മാണം. അപ്പം മൊത്തം പാലത്തിൻ്റെ അടുത്ത്, കായംകുളം പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പം 5 വരിയായിരിക്കും വരുന്നത്. പിന്നെ 2 സൈഡിലും സർവീസ് റോഡിൻ്റെ പാലങ്ങളായിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ ആവാനാണ് സാധ്യത. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ്. കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ONK ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ONK ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് 2 സൈഡിലും ഇടതുഭാഗത്തായിട്ടാണ് കൂടുതൽ അവർ വാൾ പാനൽ വെച്ചിരിക്കുന്നത്. കുറച്ച് മണ്ണിട്ട് ഉയർത്തി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു ഭാഗത്തായിട്ട് ചെറുതായിട്ട് അനക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട് പണികളുടെ. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്. നമ്മൾ നേരെ MSM കോളേജിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇടതുഭാഗത്ത് കുറച്ചൊക്കെ മണ്ണിട്ട് നികത്തി എടുത്തിട്ടുണ്ട്. വലതു ഭാഗത്തായിട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെ ക്രാഷ് ബാരിയറും സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണം MSM കോളേജിൻ്റെ മുമ്പിലൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ക്രാഷ് ബാരിയർ ഇടയ്ക്കായിട്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെ ഒരു എക്സിറ്റ് പോയിൻ്റ് ആയിരിക്കും, എൻട്രി പോയിൻറ്റോ ഈ ഒരു ഭാഗത്തായിട്ട് കാണും. MSM കോളേജിൻ്റെ അടുത്തൊക്കെയുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ്. നേരെ ഇനി നമ്മൾ കൊറ്റുകുളങ്ങര ഭാഗത്തേക്കാണ് വരുന്നത്. കൊറ്റുകുളങ്ങര ഭാഗത്തോട്ട് അടുക്കുമ്പോൾ ഇവിടുന്ന് മുമ്പോട്ട് വരുമ്പം നമുക്കിപ്പോൾ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണം അവിടെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അവിടെ ഒരു കുറച്ചൊക്കെ മണ്ണ് കൊണ്ടുവന്നിട്ടിരിക്കുന്ന കാണാൻ പറ്റും. അവിടെ ഇനി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണം ഇടതുഭാഗത്തായിട്ട് പുരോഗമിക്കാനുണ്ട്. നമുക്കിപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രിക്ഷൻ സ്ലാബൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗമൊക്കെ നമുക്കിവിടെ ടാറിംഗ് വർക്കുകളൊക്കെ ബാക്കി ചെയ്യാനൊക്കെ ആയിട്ട് ബാക്കിയുണ്ട്. നേരെ മുമ്പോട്ട് വരികയാണ്. അതാണ്ട് ഇവിടെ ഒരു മഞ്ഞ ബോർഡ് ഇരിക്കുന്നിടം വരെയാണ് വിശ്വസമുദ്രയുടെ നമ്മുടെ ഈ ഒരു റീച്ചിൻ്റെ എൻഡ് വരെ. അത് കഴിഞ്ഞിട്ടും വിശ്വസമുദ്രയാണ് പിന്നെ നേരെ മുമ്പോട്ട് പോകുമ്പോൾ ഉള്ളത്. അപ്പം ഇവിടെ ഒരു സൈഡിലായിട്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ടിരുന്ന ഇടത്തെ സൈഡിലായിരുന്നു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം 2 സൈഡിൽ കൂടിയും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടുന്നുണ്ട്. ഇപ്പം എറണാകുളം ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങൾ ഇടത്തെ സൈഡിലും പിന്നെ കൊല്ലം ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങൾ വലത്തേ സൈഡിൽ കൂടിയാണ് ഇപ്പം കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇപ്പം 2 സൈഡിലോട്ടും പോകേണ്ട വാഹനങ്ങൾ ഇടത്തേ സൈഡിൽ ഉള്ള 3 വരി വീതിക്ക് ചെയ്തിരുന്ന ഭാഗത്തുകൂടിയായിരുന്നു കടത്തി വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കൊറ്റുകുളങ്ങര കഴിഞ്ഞ് പുത്തൻ റോഡ് ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ട് തന്നെ ഇപ്പം ഒരു സൈഡിലായിട്ട് തന്നെ മണ്ണ് അടിച്ച് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് അണ്ടർപാസിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് കൂടുതൽ മണ്ണടിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ മണ്ണ് കൊണ്ടുവന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് ഒരു സൈഡിലായിട്ട് തന്നെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന കരിയിലക്കുളങ്ങര ഭാഗത്തായിട്ട് തന്നെ വലിയ പണി പിന്നെ പുരോഗമിച്ചിട്ടില്ല. പണി കഴിഞ്ഞ് കിടക്കുകയാണ്, ഏറെക്കുറെ പണി കഴിഞ്ഞ് കിടക്കുകയാണ് നമുക്ക് പറയത്തക്ക രീതിയിൽ. പിന്നെ അവർ വേറെ പണിയൊന്നും പുരോഗമിച്ചിട്ടില്ല. നമുക്കിപ്പം ഇവിടെ ഇനി പുരോഗമിക്കാനായിട്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഷ് ബാരിയറിനകത്ത് പിന്നെ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് സ്ഥാപിക്കാനുണ്ട്. പിന്നെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിശ്വസമുദ്ര എങ്ങും തുടങ്ങിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഓട്ടം പോയ വഴിക്കൊന്നും വിശ്വസമുദ്രയുടെ റീച്ചിൽ എങ്ങും കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പുറക്കാട് കഴിഞ്ഞേച്ച് തോട്ടപ്പള്ളി ഭാഗത്തോട്ട് വരുന്ന വഴിക്ക് അവിടെ 2ാമത്തെ ലെയർ ടാറിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. കുറച്ചും കൂടെയൊക്കെ അവിടെ ടാറിംഗ് വർക്കുകൾ കഴിയട്ടെ, അതിനുശേഷം നമുക്ക് അവിടുത്തെ പൂർണ്ണമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിനി നേരെ കരിയിലക്കുളങ്ങരയൊക്കെ കഴിഞ്ഞേച്ച് നമ്മൾ LMX മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇടത്തെ ഈ സൈഡിൽ കണ്ട ആ ഒരു വലിയ ഹോസ്പിറ്റലാണ് LMX മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. നമ്മളിനി നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമപുരം അണ്ടർപാസിൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. നമ്മൾ ഈ ഒരു പുത്തൻ റോഡ് ഭാഗത്തെ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുമ്പം പിന്നെ രാമപുരം ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് പിന്നെ അടുത്ത അണ്ടർപാസ് ഉള്ളത്. അപ്പോൾ അതുവരെ അത്യാവശ്യം നല്ല നീളത്തിലായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ
ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണവും ക്രാഷ് ബാരിയർ മീഡിയം വരുന്ന ഭാഗത്തേക്ക് പണി ഏകദേശം കഴിഞ്ഞ് കിടക്കുകയാണ്. എങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് ക്രാഷ് ബാരിയറിനെ കണക്ട് ചെയ്തുകൊണ്ട് കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ബാക്കിയുണ്ട്. അങ്ങനെയൊക്കെയുള്ള പണികൾ കഴിഞ്ഞ് കിടക്കുകയാണ്. കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം നമ്മൾ രാമപുരം അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തും. അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ മുമ്പോട്ട് വരട്ടെ. നമ്മൾ രാമപുരം അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാണാപ്പടി മുതൽ കായംകുളം വരെയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ നേരെ തിരിച്ചങ്ങോട്ട് പോവുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓച്ചിറ മുതൽ കായംകുളം വരെയുള്ള വീഡിയോ എടുത്ത് അത് ഇതിൻ്റെ പുറകിന് വരുന്നതായിരിക്കും. ആ ഒരു വീഡിയോ എടുത്ത് പോയ സമയത്ത് നേരെ അങ്ങ് പോയതാണ്. തിരിച്ച് ഇങ്ങോട്ട് എടുക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലയർ അടിക്കുന്നുണ്ടായിരുന്നു. സൂര്യനിപ്പം തിരിച്ച് വരുവാണെങ്കിൽ നമ്മുടെ കണ്ണിലോട്ട് അടിക്കുന്ന രീതിയിലാണ്. അപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് ക്ലാരിറ്റി കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് തിരിഞ്ഞ് അങ്ങോട്ട് പോയത്, വടക്കോട്ട് പോയത്. അപ്പോൾ നമ്മൾ രാമപുരം അണ്ടർപാസ് കഴിഞ്ഞു. ഇതാണ്ട് ഇവിടെയൊക്കെ കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് ഇട്ട് നികത്തി എടുത്തിട്ടുണ്ട്. രാമപുരം അണ്ടർപാസ് വരുന്നതിൻ്റെ നമ്മൾ എത്തുന്നതിന് മുമ്പായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ അടുത്തായിട്ടാണ് മണ്ണ് കൊണ്ടുവന്നിട്ട് തുടങ്ങിയിരിക്കുന്നത്. അവിടെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ആ ഒരു സൈഡിലായിട്ടാണ് കൂടുതൽ മണ്ണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അപ്പം രാമപുരം അണ്ടർപാസിൻ്റെ കഴിഞ്ഞേച്ച് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. രാമപുരം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് ഇനി പോകുന്നത്. അപ്പം ഇവിടെയും അത്യാവശ്യം പണി പുരോഗമിച്ച് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെയും രണ്ടാമത്തെ ലെയർ ടാറിങ്ങും പിന്നെ ക്രാഷ് ബാരിയർ ലൈൻ അടിക്കുന്ന പണികളും പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും ഇനി ഇതിൻ്റെ ഇടയ്ക്കെങ്ങാനും പിന്നെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ പണിയുണ്ടെങ്കിൽ അതൊക്കെയുള്ളൂ. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പണികൾ ബാക്കിയുള്ളത്. ഏകദേശം പണികളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ പുരോഗമിച്ച് കഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇടത്തേ സൈഡിലായിട്ടാണ് രാമപുരം ക്ഷേത്രം ഉള്ളത്. അപ്പം ഇനി നേരെ മുമ്പോട്ട് പോവുകയാണ്. നേരെ മുമ്പോട്ട് ഇനി രാമപുരം ക്ഷേത്രമൊക്കെ കഴിഞ്ഞേച്ച് നമ്മളിനി നേരെ ചേപ്പാട് ഭാഗത്തേക്കാണ് പോകുന്നത്. ചേപ്പാട് ഭാഗത്തായിട്ട് വയഡക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പിന്നെ നടക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ ആയിട്ടായിരുന്നു വയഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഗർഡർ നിർമ്മിച്ചിട്ടിരുന്നത്. ഇപ്പം അവിടുന്ന് ഗർഡറുകളൊക്കെ കുറേ പിറക്കി തൂണുകളുടെ മുകളിലോട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ക്രോസ് ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിൻ്റെ മുകളിലായിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾക്ക് മുമ്പുള്ള പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇടതുഭാഗത്ത് ഇപ്പം നമ്മൾ കണ്ടതിനൊക്കെ കൂടുതൽ ഇപ്പോൾ സ്ഥലത്ത് ഇപ്പം ഗർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത്രത്തോളം ഗർഡറുകൾ നമ്മൾ ചേപ്പാട് ഭാഗത്തായിട്ടുള്ള വയഡക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. വലതുഭാഗത്ത് തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഭാഗത്ത് തൂണിൻ്റെ മുകളിലായിട്ട് വരുന്ന പിയർ ക്യാപ്പിൻ്റെ ഒന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. ഇതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ നിൽക്കുന്നത് കാണാൻ പറ്റും. പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് വയഡക്റ്റിൻ്റെയും കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെയൊക്കെ നിർമ്മാണം നടക്കുന്ന ഇതേപോലുള്ള പ്രധാനപ്പെട്ട പണികളൊക്കെ നടക്കുന്ന സ്ഥലത്തൊക്കെ ആയിട്ട് ആൾക്കാർ കൂടുതലുള്ളൂ. അല്ലാതെ വേറെ പണികൾ നടക്കുന്ന മറ്റ് സ്ഥലങ്ങളിലൊന്നും വലുതായിട്ട് ആളുകളില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചേപ്പാട് ഭാഗത്തായിട്ടുള്ള അപ്ഡേറ്റ്. നേരെ ഇനി നമ്മൾ മുമ്പോട്ട് വരുന്നത് NTPC ജംഗ്ഷൻ ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. വയഡക്റ്റിൻ്റെ നിർമ്മാണം നടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നത് ഇനി NTPC ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ്. ഇവിടെ ഇനി രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. ഇടത് ഭാഗത്തായിട്ട് കുറച്ച് സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് ആലപ്പുഴ ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങൾ ഇടതുഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൊല്ലം ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങൾ വലത്തേ സൈഡിലുള്ള സർവീസ് റോഡിൽ വന്നിട്ട് പിന്നെ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ പഴയ റോഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ NTPC ജംഗ്ഷനിലോട്ട് തിരിയുന്ന റോഡാണ് ഇപ്പോൾ ഇടത്തോട്ട് കണ്ട റോഡ്. NTPCയിലോട്ട് പോകുന്ന റോഡാണ്. അത് കഴിഞ്ഞേച്ച് നേരെ മുമ്പോട്ട് വരുന്നിടത്ത് അണ്ടർപാസിൻ്റെ നിർമ്മാണം അത്യാവശ്യം ഇടത് ഭാഗത്തായിട്ട് ഒരു ലെവലിന് തന്നെ മണ്ണിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ വലതു ഭാഗത്തായിട്ട് മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തേണ്ട പണികൾ കൂടുതലുണ്ട്. വലതു ഭാഗത്ത് അമ്പലം വരുന്ന ഭാഗത്തായിട്ട് തന്നെ കുറച്ച് ആറിവാൾ ബ്ലോക്ക് ഉയർത്തേണ്ടതായിട്ടുണ്ട്. കാഞ്ഞൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ആ ഒരു സൈഡിലായിട്ട് വരുന്ന ഭാഗത്ത് വലത്തേ സൈഡിലായിട്ട് തന്നെ ആറിവാൾ ബ്ലോക്ക് വെച്ച് മണ്ണിട്ട് ഉയർത്തേണ്ട പണി കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പം ഇനി നേരെ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നങ്ങിയാർകുളങ്ങര കവല ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പം ഇവിടം കഴിഞ്ഞേച്ച് പിന്നെ നങ്ങിയാർകുളങ്ങര കവല എത്തുന്നിടം വരെയുള്ള ഇടയ്ക്കുള്ള സ്ഥലത്തെ പണികൾ ഏകദേശം പണി കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പം ആ ഒരു ഭാഗത്തെ കാഴ്ചകൾ നമ്മൾ പഴയ വീഡിയോയിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള കാഴ്ചകളാണ്. അന്നത്തേക്ക് കാഴ്ചകൾ കുറേ നാളിന് മുമ്പുള്ള കാഴ്ചകൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടുള്ള ദൃശ്യങ്ങളാണ് കൂടുതൽ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൃശ്യങ്ങളാണ്. അപ്പം
രാവിലെ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഡിസംബർ 27, 2025 8 മണി 8:30 സമയത്തൊക്കെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഈ സൂര്യൻ ഇച്ചിരി കൂടെ തെക്കോട്ട് മാറിയാണ് ഉദിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വീഡിയോ എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മുടെ ലെൻസിനകത്തോട്ട്, ഡ്രോണിൻ്റെ ലെൻസിനകത്തോട്ട് വെയിലടിക്കുമ്പോൾ ഭയങ്കര ക്ലിയർ കാണത്തില്ല. അതുകൊണ്ടാണ് തിരിച്ചങ്ങോട്ട് വിട്ടത്. അപ്പം നങ്ങ്യാർകുളങ്ങര കവലിലെത്തുമ്പം തൂണുകളുടെ മുകളിലായിട്ട് തന്നെ ഗർഡറുകൾ ലോഞ്ച് ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് 2 ഗർഡറുകൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തൂണുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നങ്ങ്യാർകുളങ്ങര കവലയിലെത്തുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഇടത്തേ സൈഡിൽ കാണുന്ന ഫ്ലാറ്റ് പൊളിച്ചു മാറ്റിയിട്ടില്ല. അതിനെപ്പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള ഡീറ്റെയിലും കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് തൊഴിലാളികളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക്. അപ്പോൾ അവർക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല. എന്തുമായാലും ഇത് പൊളിക്കും എന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ എന്നത്തേക്ക് പൊളിക്കുമെന്നൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ അതിനകത്ത് താമസിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടിയിട്ട് തന്നെ പൊളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ നേരെ ഇനി മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ ഇടത്തെ സൈഡിലായിട്ട് തന്നെ ക്രാഷ് ബാരിയർ കുറച്ച് നാളിന് മുമ്പേ പെൻഡിങ് ആയിരുന്നു ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള ഗർഡറുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോളേജ് ജംഗ്ഷൻ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ RK ജംഗ്ഷൻ, പിന്നെ ഹരിപ്പാട് ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നങ്ങ്യാർകുളങ്ങര കവല കഴിഞ്ഞിട്ട് ഈ ഹരിപ്പാട് എത്തുന്ന വരെയുള്ള കാഴ്ചകൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പണികൾ കഴിഞ്ഞ് കിടക്കുകയാണ്. ഏകദേശം 2ാമത്തെ ലെയർ ടാറിങ് വർക്കുകൾ കഴിയാനുണ്ട്. ഇവിടെയും പിന്നെ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾ ചെയ്ത് തീർക്കാനുണ്ട്, വെച്ച് തീർക്കാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള പണികളാണ് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്ത് തീർക്കാനുള്ളത്. നമുക്കിവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റിട്ടേണിങ് വാൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വാൾ ബ്ലോക്ക് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തായിട്ട് വലത്തേ സൈഡിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഹരിപ്പാട് ഭാഗത്തായിട്ട് ഇപ്പം ഒരു ഇനി ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടക്കുന്നതിന് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള വാൾ ബ്ലോക്കാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഹരിപ്പാട് ഭാഗത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹരിപ്പാട് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കിയുള്ള സ്ഥലത്തായിട്ട് തന്നെ പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പം ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം 2 സൈഡിലുമായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സർവീസ് റോഡിൽ കുറച്ച് ബ്ലോക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഇടത്തേ സൈഡിൽ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇടതുഭാഗത്തായിട്ടാണ് KSRTC സ്റ്റാൻഡ് ഉള്ളത്. അപ്പം ഡയറക്റ്റ് അങ്ങോട്ട് തിരിഞ്ഞ് കയറി പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് വലത്തോട്ട് കയറിയിട്ട് പിന്നെ ഇടത്തോട്ട് ഡയറക്റ്റ് കയറിയാണ് KSRTC ബസ്സൊക്കെ പോകുന്നത്. അപ്പോൾ പുറകിന് വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തുമ്പം വലത്തേ സൈഡിലായിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ പൈൽ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞ് പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇവിടെ 3 തൂണുകളുടെ മുകളിലായിട്ട് 8 ഗർഡർ വെച്ചിട്ട് 4 ഗർഡറുകളുടെ മുകളിലായിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണികളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ഹരിപ്പാട് ജംഗ്ഷൻ ഭാഗം കഴിഞ്ഞേച്ച് ഇനി നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധവ് ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വലത്തേ സൈഡിലുള്ള സ്കൂളിൻ്റെ ആ ഒരു ഗ്രൗണ്ട് വരുന്നതിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ് ഇവിടെ ഗർഡറുകളുടെയൊക്കെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഗർഡറുകൾ പിറക്കി ഇപ്പം പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾക്കിപ്പം മാധവ് ജംഗ്ഷനിലോട്ടുള്ള അണ്ടർപാസിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഹരിപ്പാട് ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടും അവർ പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഗർഡറുകളുടെയൊക്കെ പണി ഒരു ഭാഗത്തായിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പം മാധവ് ജംഗ്ഷനിലായിട്ട് എത്തുമ്പം ഗർഡർ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് തന്നെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വരുന്ന ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളും കുറച്ച് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് നമ്മളിനി നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഹരിപ്പാട് കഴിഞ്ഞേച്ച് മാധവ് ജംഗ്ഷൻ കഴിഞ്ഞ് ഇനി ഡാണാപ്പടി ഭാഗത്തേക്കാണ് വരുന്നത്. മാധവ് ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മളിനി നേരെ ഡാണാപ്പടി ഭാഗത്തേക്കാണ് പോകുന്നത്. മാധവ് ജംഗ്ഷനിലും ഡാണാപ്പടിക്കും ഇടയ്ക്കായിട്ട് പിന്നെ മാധവ് ജംഗ്ഷനിലേക്കുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് പിന്നെ 2 സൈഡിലുമായിട്ട് തന്നെ റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണവും വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് ഇനി ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വരാനുള്ളത്. പറയത്തക്ക രീതിയിലുള്ള വലിയ പണികൾ ഒന്നും നടന്നിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്തപ്പം കണ്ട പോലുള്ള മാറ്റങ്ങളേ ഉള്ളൂ. പറയത്തക്ക രീതിയിൽ പിന്നെ വേറെ വലിയ പണിയൊന്നും നടന്നിട്ടില്ല. അപ്പോൾ നേരെ മുമ്പോട്ട് വരികയാണ്. ഇനി നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് നേരെ ഡാണാപ്പടി പാലത്തിൻ്റെ അടുത്തായിട്ടാണ്, ഹുദ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ്. അപ്പം നേരെ മുമ്പോട്ട് വരുമ്പം ഇവിടെയൊക്കെ
നേരത്തെ കണ്ട പോലുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം പാലത്തിൻ്റെ മുകളിൽ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ട് പിന്നെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കമ്പിയൊക്കെ ഉയർത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇതാണ് ഈ ഒരു ഭാഗത്തെ പുതിയ അപ്ഡേറ്റ്. നമ്മൾ പിന്നെ ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും പിന്നെ പുരോഗമിച്ചിട്ടില്ല. നേരെ നമ്മളിപ്പം ഹുദ ട്രസ്റ്റ് ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ ഇവിടുന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് നേരെ കായംകുളം വരെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കുറച്ചും കൂടെ നേരെ അങ്ങോട്ട് ആലപ്പുഴ ഡയറക്ഷനിലോട്ട് പോവുകയാണ്. നേരെ കരുവാറ്റ കഴിഞ്ഞ് നമ്മളിനി കടുവംകുളങ്ങര വരെയുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് വരെയാണ് ഇന്നത്തെ നമ്മുടെ അപ്ഡേറ്റ്. അപ്പോൾ നമ്മൾ ഹുദ ട്രസ്റ്റ് ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലത് ഭാഗത്തായിട്ട് അവർ ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ നിർമ്മാണം നടത്തിയതിന് ശേഷം അവിടെ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് ടാറിങ് വർക്കുകളും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്ന വഴിക്ക് ഇവിടെ വലത്തേ സൈഡിൽ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. പക്ഷേ ഇടത്തേ സൈഡിലായിട്ട് ഇവിടെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയും കുറച്ചൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ ഹുദ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഡാണാപ്പടി പാലത്തിൻ്റെ മുകളിൽ നിലവിൽ ഇപ്പോഴും ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. മാത്രമല്ല ദാണ്ട് ഈ ഒരു സ്ഥലത്തും അപകട സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വെച്ച് ഓവർടേക്കിംഗ് ചെയ്യുന്നത് വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് തോന്നിയ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. അവിടെ ആ ഒരു വാഹനങ്ങൾ വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെയും ഒരു പോക്ക് കണ്ടിട്ട് ഇടി നടക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണെന്ന് തോന്നിയോണ്ടാണ് ഇത് പറയുന്നത്. അപ്പം ആ ഒരു സ്ഥലത്ത് എത്തുമ്പം പെതുക്കെ വരാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ്. ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് തന്നെ അത്യാവശ്യം ഒരാൾ പൊക്കത്തിൽ മണ്ണിട്ട് നികത്തിയെടുത്തിട്ട് ടാറിങ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം എത്തിയിരിക്കുന്നത് KB ജെട്ടി ജംഗ്ഷൻ ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ്. വലുതായിട്ട് നടക്കുന്നില്ല. അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും കൂടുതലായിട്ട് പുരോഗമിച്ചിട്ടില്ല. മണ്ണ് ഒരുപാട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് നികത്താനൊക്കെ ആയിട്ട് ബാക്കി കിടക്കുകയാണ്. നേരെ കഴിഞ്ഞ് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KB ജെട്ടി ജംഗ്ഷൻ കഴിഞ്ഞ് വെച്ച് NSS ഹയർ സെക്കൻഡറി സ്കൂൾ കരുവാറ്റ ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി ഈ ഒരു ഏരിയയിൽ കഴിഞ്ഞ് കിടക്കുകയാണ്. രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകൾ കഴിയാനുണ്ട്. പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെക്കാനുള്ള പണികൾ ബാക്കി കിടക്കുകയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്ക് ആ ഒരു പണിയുടെ ഒരു ഇത് കാണുമ്പോൾ തന്നെ അറിയാം കുറേ നാളിന് ശേഷമായിട്ടാണ് പകുതി അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിനി കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം നമ്മുടെ ആ സ്കൂളൊക്കെ കഴിഞ്ഞ് കരുവാറ്റ സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മൾ കടുവംകുളങ്ങര അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിലായിട്ടാണ് ഇടത്തേ സൈഡിലായിട്ടാണ് അവർ കൂടുതലായിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. വലത്തേ സൈഡിൽ നമ്മുടെ പഴയ റോഡ് കടന്നു പോകുന്ന ഭാഗമാണ്. അവിടെ ഇനി പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പണികൾ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ടതൊക്കെ പണികൾ നടക്കാൻ. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഓച്ചിറ മുതൽ കായംകുളം വരെയുള്ള വീഡിയോ ആണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.